ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. നാം അനേകം ആവശ്യഭാരങ്ങളുള്ളവരാണ്. അനേകം സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നിങ്ങളിൽ അനേകരും. ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത വിഷയങ്ങളുമായി നിങ്ങൾ വിഷമിച്ച് ഒരുപക്ഷെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഞാൻ ഈ പ്രാരംഭമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സകല പ്രാർത്ഥനകൾക്കും മറുപടി തരാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങൾക്കും, നിങ്ങളുടെ എല്ലാ ആകുലങ്ങൾക്കും മറുപടി ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ആലോചന കേട്ട് യോശുവയുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോവുകയായിരുന്നു. വലിയൊരു കോട്ട പിടിക്കുവാൻ. കർത്താവിന് സ്തോത്രം. പക്ഷേ അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലല്ലോ. നാം ആ ഇസ്രായേൽ ജനത്തെ നോക്കുമ്പോൾ ആയുധങ്ങളൊന്നുമില്ല. അവരുടെ കയ്യിൽ കാഹളമുണ്ട്, അവരുടെ കയ്യിൽ ദൈവത്തിൻ്റെ പെട്ടകമുണ്ട്. ഇത്രയും മതിയോ യുദ്ധത്തിന്? ഒരുപക്ഷെ യെരിഹോവിലുള്ള ജനങ്ങൾ പോലും കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ട് അവരെ ആക്ഷേപിച്ചു. ഞങ്ങളുടെ കോട്ട പിടിക്കാൻ വന്നിരിക്കുന്നു. ഒരു വാള് പോലുമില്ല, ഒരു കുന്തം പോലുമില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനല്ലത്രേ വിജയം ലഭിക്കുന്നതെന്ന്. സെരുബ്ബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. ആയുധം വേണ്ട, പക്ഷെ കൃപ വേണം. കുന്തം വേണ്ട, പക്ഷേ ദൈവത്തിന് അനുസരിക്കണം. വാളും പരിചയം വേണ്ട, പക്ഷേ വചനം കൂടെ വേണം, ദൈവം കൂടെ വേണം. അങ്ങനെയെങ്കിൽ വിജയം ഉറപ്പാണ്. ഇസ്രായേൽ ജനത്തോട് യോശുവ മുഖാന്തരം നിത്യനായ ദൈവം കൊടുത്ത കൽപ്പനകൾ അവർ അനുസരിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ യഹോവയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റി നടന്നു. പിന്നെ അവർ പാളയത്തിലേക്ക് വന്നു, പാളയത്തിൽ പാർത്തു. യോശുവയിലൂടെ ദൈവം പറഞ്ഞു, നിങ്ങൾ 1-ാമത്തെ ദിവസം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റണം. 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 2-ാം ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. വചനത്തിൽ നിന്നും അണുവിട മാറുന്നില്ല. വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനം അവിടെയാണ് കിടക്കുന്നത്. ഒരു കാര്യം, ഒരു നിർദ്ദേശം ദൈവം തന്നാൽ, ദൈവത്തിൻ്റെ വ്രതന്മാരിലൂടെ ലഭിച്ചാൽ അതങ്ങ് അനുസരിക്കുക. എത്ര ലളിതമാണത്. അനുഭവങ്ങൾ കിട്ടും. എന്നാൽ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 7-ാമത്തെ ദിവസം അധികാലത്ത് അരുണോദയത്തിൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. ഇതെല്ലാം ദൈവിക നിർദ്ദേശമാണ്. എന്തിനാ ഇപ്പോൾ എല്ലാ വചനവും അനുസരിക്കുന്നത്? അങ്ങനെ ചിലർ ചോദിക്കും. എൻ്റെ പ്രിയ മകനെ, നിൻ്റെ ബുദ്ധിയിൽ നിനക്ക് പറ്റുന്നത് മാത്രം അനുസരിക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. ചിലർ ചോദിക്കും, എന്തിനാ വിശ്വാസ സ്നാനം, മുഴുകൽ സ്നാനം? വചനമെന്ന് പറഞ്ഞിരിക്കുന്നു. ശിശുസ്നാനം പോരെ? പ്രിയപ്പെട്ടവരെ, ശിശുസ്നാനത്തെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടില്ല. ഞാനൊരു തർക്കവിഷയം നിങ്ങളുടെ അടുക്കിലേക്ക് എടുത്തിടുകയില്ല. ഞാൻ അമേരിക്കയിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്, മുതിർന്ന സ്നാനം തെറ്റാണ്, ശിശുസ്നാനം മതിയെന്ന്. ഒരടിസ്ഥാനവും ഇല്ലാതെ. ഇന്നെനിക്ക് ലജ്ജ തോന്നുന്നു. വചനത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ശിശുസ്നാനത്തെക്കുറിച്ചൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ മുതിർന്ന സ്നാനം, വിശ്വാസത്തിന് ശേഷമുള്ള സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൂടിയൊരുവിൽ ഞാൻ ആരെയും വിശ്വാസ സ്നാനത്തിലേക്ക് നിർബന്ധിക്കാറില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ 52-ാമത്തെ വയസ്സിലാണ്, 19-ാമത്തെ വയസ്സിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന് ഞാൻ എൻ്റെ കുടുംബവും വിശ്വാസ സ്നാനത്തിലേക്ക് വന്നത്. അതുവരെ എനിക്ക് കൺഫ്യൂഷനായിരുന്നു, എതിർപ്പായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തിനായി വിശ്വാസ സ്നാനത്തിന് ഇത്രമാത്രം എതിർപ്പ്? നിങ്ങൾ ചിന്തിച്ചേ. ഒരു മനുഷ്യൻ ഈ വചനമനുസരിച്ച് ഞാൻ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നു എന്ന് പറയുന്നത് എന്തിനാ ഇത്ര എതിർപ്പ്? കാരണം എന്താണെന്നറിയാമോ? പിശാചിനത് സഹിക്കുന്നില്ല. വിശ്വാസ സ്നാനം എന്ന് കേട്ടാൽ അലർജി കൊണ്ട് തുള്ളുന്ന ആളുകളുണ്ട്, ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്, കോപിക്കുന്ന ആളുകളുണ്ട്. എന്താ ഇത്ര കോപം? ഇത് വല്ല മദ്യപാനമാണോ? ഇത് വല്ല വ്യഭിചാരമാണോ? ഇത് വല്ല പാപമാണോ? ഇത് ആർക്കെങ്കിലും ദോഷം ചെയ്യുന്നതാണോ? അല്ല. എന്നിട്ടെന്താ ഇത്ര എതിർപ്പ്? പിശാചാണ് എതിർക്കുന്നത്.
ദൈവത്തിൻ്റെ വചനം, യേശുക്രിസ്തു തന്നെ യോർദാൻ നദിയിൽ സ്നാനം ഏറ്റ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്നാനപ്പെടേണ്ടതെന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്തു. ആ സ്നാനം കഴിഞ്ഞപ്പോഴാണ് സ്വർഗം തുറന്നത്. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പാവെന്ന പോലെ ഇറങ്ങി വന്നു. അപ്പോൾ പിതാവാം ദൈവം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതായ ദൈവിക ശബ്ദം കേട്ടു. തൃത്വത്തിൻ്റെ വെളിപ്പാട് അവിടെ വെളിപ്പെട്ടു വന്നു ആ സ്നാന ശുശ്രൂഷയിലൂടെ. മാത്രമല്ല, സ്നാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പല ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവരായി നിങ്ങൾ. ക്രിസ്തുവിനോട് ചേരാനാണ് സ്നാനം, സഭയോട് ചേരാനല്ല. ചില ചിന്തിക്കുന്നു ഏതെങ്കിലും ഒരു കൂട്ടത്തോട് ചേരാനാണ് ഈ സ്നാനം. അല്ല മോനെ, നിനക്ക് ക്രിസ്തുവിനോട് ചേരാൻ ആണ് ഈ വിശ്വാസ സ്നാനം വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകാനാണ് സ്നാനം. ഒരു പാവപ്പെട്ട കുഞ്ഞിന് ക്രിസ്തു ഉണ്ടോ, ക്രിസ്തുവിന് മരണമുണ്ടോ, മരിച്ചോ എന്നൊക്കെ ആ കുഞ്ഞിന് എങ്ങനെ അറിയാം? എന്നാൽ അതിന് ചില നിർദ്ദേശങ്ങളെല്ലാം കണ്ടുപിടിച്ച് പാവപ്പെട്ടവർ വചനത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതനുസരിക്കുന്നില്ല. ഇത് ഒരു തർക്കസംഗതിയായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ മാതാപിതാക്കളോടോ എൻ്റെ മക്കളോടോ വിശ്വാസത്തെക്കുറിച്ച് നിർബന്ധിച്ച് പറഞ്ഞിട്ടേയില്ല. ഞാൻ പ്രസംഗിക്കുന്ന രംഗങ്ങൾ നിർബന്ധിച്ച് പറയാറില്ല. കാരണം ഒരുവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് അവനെ രക്ഷയിലേക്ക് നയിക്കുവാൻ രൂപാന്തരപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇടപെടുമ്പോൾ വാസ്തവമായി അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊടുക്കേണ്ടതും പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതുമായ ഒരു ആഗ്രഹമാണ് ദൈവം അതിനെ അനുസരിക്കാനുള്ളത്. ഞാൻ ഇന്ന് ഈ വിഷയം പറയാൻ ആഗ്രഹിച്ചതേ അല്ല പ്രിയരെ, ചിന്തിച്ചതേ അല്ല. പക്ഷേ എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു പോകുന്നു? ഒരുപക്ഷെ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് നെറ്റി വിളിയും. പക്ഷേ വചനം മാറ്റാൻ പറ്റുമോ? വചനം മാറ്റിയാൽ ഈ വേദപുസ്തകത്തിൽ എഴുതിയ സകല ബാധകൾ അവന് വരും. ഭയപ്പെടണം. എന്നാൽ ഈ വചനം അനുസരിച്ചാൽ നന്മ വരും. ഞാൻ ഈ ഉപയോഗിക്കുന്ന ഈ ഐപാഡിൽ വിശ്വാസ സ്നാനം എന്തിന്, എപ്പോൾ, എങ്ങനെ എന്നെല്ലാം മുഴുവൻ വചനത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ ഞാൻ എടുത്ത് വായിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ മെസ്സേജിൽ ഒരു റിക്വസ്റ്റ് വിട്ടാൽ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം. അല്ലെങ്കിൽ പേഴ്സണലി എന്നെ വിളിച്ചാൽ, എൻ്റെ നമ്പറിൽ വാട്സാപ്പിൽ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അമേരിക്കയിൽ എത്രയോ സ്റ്റേറ്റിൽ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസസ്നാനം തെറ്റാണ്, അതൊരു ചടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, എനിക്കുന്നത് ഭോഷത്വം, ഞാൻ പറഞ്ഞ ഭോഷത്തെ ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ കർത്താവിനോട് ഏറ്റു പറഞ്ഞതായതുകൊണ്ട് എനിക്ക് കർത്താവ് അത് ക്ഷമിച്ച് തന്നിട്ടുണ്ട്. ഞാൻ എതിരായി പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ വചനത്തിനെതിരായി ഞാൻ പറഞ്ഞു. ഇന്ന് അനേകരും അങ്ങനെയാണ്. എന്തിനു മകനെ നീ ദൈവത്തിനെതിരായി പ്രവർത്തിക്കണം, ദൈവത്തിൻ്റെ വചനത്തിനെതിരായി പ്രവർത്തിക്കണം. വളരെ നല്ല മലയാള അക്ഷരത്തിൽ അല്ല ഇംഗ്ലീഷ് അക്ഷരത്തിൽ, ഇല്ലെങ്കിൽ ഇനി ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കുക. വെറുതെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വളച്ച് ഒടിച്ച് തിരിച്ച് ഈ വചനത്തെ വ്യാഖ്യാനിക്കരുത്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനങ്ങളാണ് വിശ്വാസ സ്നാനത്തെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു സമുദായമോ ഒരു സംഘടനയോ വേണ്ട എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സത്യം മാറുകയില്ല, ആ വചനത്തിൻ്റെ വീര്യം കുറയുകയില്ല. വചനം എന്നും സ്ഥിരമാണ്, സ്ഥിരമായ വചനമാണത്. കാലങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല വചനം, ദേശങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല വചനം. മോനെ, നിൻ്റെ കൊച്ചു കൂട്ടായ്മയിൽ നീ പറയുന്ന ചില നിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന അല്ല വചനം. വചനമെന്നും സ്ഥിരമായിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം സ്ഥിരമായ വചനം, അത് അടിസ്ഥാനമുള്ള വചനം എന്നും നിലനിൽക്കുന്നതാണ്. ആ വചനമനുസരിക്കുക, വിജയം കിട്ടും. ഞാൻ 19-ാമത്തെ വയസ്സ് മുതൽ 52-ാമത്തെ വയസ്സ് വരെയും കർത്താവിനെ രക്ഷിതാകർത്താവായി സ്വീകരിക്കുകയും കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുകയും കർത്താവിനെ സാക്ഷിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. എന്നാൽ ഞാൻ വിശ്വാസ സ്നാനം എടുത്തതിന് ശേഷമാണ് എൻ്റെ മേൽ ദൈവിക അഭിഷേകം വന്നത്. എന്താണ് അഭിഷേകം? പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. കർത്താവിന് സ്തോത്രം. വിവിധ ഭാഷകൾ കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. സ്തോത്രം. ദൈവം കൃപയാൽ പല കൃപാവരങ്ങൾ എൻ്റെ മേൽ കർത്താവ് പകർന്നു തന്നു. ഞാൻ ഒന്നും അത്ഭുതപ്പെടുത്തി പറയുകയല്ല. എത്രയോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് വിടുതൽ കിട്ടി. ഒരിക്കൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പിതാവ് വന്നു. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ മുഴുവൻ, മേല് മുഴുവൻ ഇങ്ങനെ കുരുക്കളും ബാധിച്ച് ഇങ്ങനെ പഴുത്തൊലിച്ചിരിക്കുകയാണ്. അദ്ദേഹം നിസ്സഹായനായി എന്നോട് പറഞ്ഞു, സാറേ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ അല്പം പോലും അകൽച്ച വരാതെ എൻ്റെ കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ടുവെങ്കിൽ
ഞാൻ എന്തിനു മാറി നിൽക്കണം? ഞാൻ ഇവിടെ ഒരല്പം ഒലിവെണ്ണ ഉണ്ടായിരുന്നു, ഒരാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. ഞാനൊരല്പം എണ്ണ കയ്യിലെടുത്തു, പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ കൈ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുഴുവൻ ഞാൻ പുരട്ടി. എനിക്ക് അറപ്പ് തോന്നിയില്ല, കാരണം അതൊരു ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു ആഹ്വാനപ്രകാരം ഒരു ശുശ്രൂഷ. ഞാൻ ആ പിതാവിനെ ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഞാൻ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ കൈ നോക്കിയപ്പോൾ അതെല്ലാം ഉണങ്ങിയിരിക്കുന്നു. ഇതാരാ പ്രവർത്തിച്ചത്? ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവം ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. UK-യിൽ ഒരു സഹോദരൻ IC യൂണിറ്റിൽ പ്ലേറ്റ്ലെറ്റ് 2500 അദ്ദേഹം മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ എന്നെയും എൻ്റെ ഭാര്യയെയും വിളിച്ചു. ഞാനും എൻ്റെ പ്രിയ ഭാര്യയും മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ അധികം താമസിച്ചില്ല, കടലുകൾക്കപ്പുറം അവിടെ മാറ്റമുണ്ടായി. ആ മനുഷ്യൻ ഇന്നും ആരോഗ്യത്തോടെ ജീവിക്കുന്നു. മരണം കാണാൻ ഡോക്ടേഴ്സ് ചുറ്റും നിന്നതാണ്. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ കർത്താവ് തന്നു, എത്ര അനുഭവങ്ങൾ. ഭൂതങ്ങൾ വിട്ടു പോകുന്നുണ്ട്, ചില പൈശാചിക ബാധകൾ മാറുന്നുണ്ട്, ചില മാനസിക രോഗങ്ങൾ സൗഖ്യമാകുന്നുണ്ട്, ചില സാമ്പത്തികമായി വിടുതലുകൾ നടക്കുന്നുണ്ട്. ദൈവം ചെയ്യുന്നു. ഞാൻ ഒരു പരമാണുവിൽ പോലും ക്രെഡിറ്റ് എടുത്തുകൊണ്ട് അല്ലത് പറയുന്നത്. എൻ്റെ യേശു പ്രവർത്തിക്കുന്നു. മോനെ, നിന്നിലൂടെ യേശു പ്രവർത്തിക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ വചനമനുസരിക്കണം. നിന്നിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് നീ ചിന്തിക്കാതിരിക്കുക. മോനെ, ഇതുപോലെ അല്ല പ്രവർത്തിക്കുന്നത്, ഇനി കൂടുതൽ നിന്നിലൂടെ പ്രവർത്തിക്കും. ഇപ്പോൾ ഒരു ചെറിയ പ്രവർത്തനമൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ പ്രവർത്തനം അല്ല മോനെ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കും. നിന്നിലൂടെ അനേക കാര്യങ്ങൾ രക്ഷിക്കപ്പെടുവാനും അനേകർ സൗഖ്യമാകുവാനും അനേകർ വിടുതൽ പ്രാപിക്കാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാം എന്ത് ചെയ്യണം? അതിനനുസരിക്കണം. അത് കേവലം വിശ്വാസ സ്നാനമെന്ന ഒരു കൽപ്പന അല്ല അനുസരിക്കേണ്ടത്. ചിലർ പറയും, ചിലർക്കുള്ള ചിന്ത കൽപ്പന അനുസരിച്ചോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. 100 കൽപ്പനകളുണ്ട്. ഈ കൽപ്പനകളെല്ലാം നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഏതാനുമല്ല, എല്ലാം അനുസരിക്കണം. അപ്പോൾ നമുക്ക് വിജയം കിട്ടും. സഹോദരങ്ങളെ, ഞാൻ ക്ഷമാപണത്തോടെ പറയട്ടെ, ഇന്നും ഈ എറിഹോ പിടിച്ചതായ കാര്യം പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. പോകട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെല്ലാം നിയന്ത്രിക്കട്ടെ. നിങ്ങൾ സൗഖ്യമാകണം, നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ ഓരോരുത്തരും ഭൗതികമായി അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതി മാറണം. എൻ്റെ കർത്താവിൻ്റെ ആഗ്രഹം അതാണ്. പാവപ്പെട്ട എൻ്റെ ആഗ്രഹം അതാണ്. കാരണം ഈ വചനം കേട്ട് അനേകർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് സന്തോഷമുണ്ട്, വലിയ സന്തോഷം. കർത്താവ് കൃപയാൽ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഞാൻ ഉള്ളിൽ ആനന്ദിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം അനുസരിക്കൂ. വചനത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാം അനുസരിക്കൂ. ഏതെങ്കിലും ഒരു കാര്യമല്ല, ഞാൻ അടിവരയിട്ട് പറയട്ടെ, ഏതെങ്കിലും ഒരു കാര്യമല്ല, എല്ലാ കൽപ്പനകളും അനുസരിക്കണം, എല്ലാ വചനവും അനുസരിക്കണം. നമുക്ക് അനുസരിക്കാൻ പാകത്തിനാണ് ദൈവം തന്നിരിക്കുന്നത്. അങ്ങനെ ഇന്ന് അനുസരിക്കുമെന്ന് തീരുമാനിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? വചനമനുസരിക്കാതെ തേങ്ങി നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് നിങ്ങൾ വചനമനുസരിക്കാൻ തീരുമാനമെടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നല്ല പാതയിലൂടെ നയിക്കും. ദൈവവചനം വായിക്കൂ, അനുസരിക്കൂ, അനുഗ്രഹിക്കപ്പെടൂ. അതിന് കർത്താവ് ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും സംശയങ്ങളോ ഉണ്ടോ? നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. തീർച്ചയായും കർത്താവ് നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.